നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ എണ്ണുകയാണ് നമ്മൾ. LDF ജയിച്ചാൽ അത് മഹാചരിത്രം, UDF വന്നാൽ അത്യുജ്വല തിരിച്ചുവരവ്, BJP സീറ്റുകൾ പിടിച്ചാൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറും. ഈ ഉദ്വേഗഭരിതമായ പൊളിറ്റിക്കൽ ക്ലൈമാക്സിൽ ന്യൂസ് മലയാളം 140 മണ്ഡലങ്ങളിലൂടെയും ഒരു യാത്ര തുടങ്ങുകയാണ്. അതാണ് ഇലക്ഷൻ ഹെറാൾഡ്. കേരളത്തിലെ ഓരോ മണ്ഡലത്തിന്റെയും രാഷ്ട്രീയ മനസ്സിലൂടെ ഒരു സമഗ്ര സഞ്ചാരം. ഓരോ മണ്ഡലത്തിലും 2021 ജനവിധി എന്തായിരുന്നു, അതിനുശേഷം ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ദിശാമാറ്റം സംഭവിച്ചു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള മനസ്സ് എങ്ങനെ ചിന്തിക്കും, ഇതാണ് ഇവിടെ ഇഴകീറി പരിശോധിക്കുന്നത്. 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്രയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ R. സുഭാഷ്, TJ ശ്രീലാൽ എന്നിവർ നമ്മോടൊപ്പം അതിഥികളായി ഉണ്ടാകും. ഇരുവർക്കും സ്വാഗതം നൽകുകയാണ് നമ്മൾ ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ശ്രീ സുഭാഷ്, അതോടൊപ്പം തന്നെ TJ ശ്രീലാൽ എന്നിവർക്ക് സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ആദ്യം തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇലക്ഷൻ ഹെറാൾഡ് ആരംഭിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ പിടിച്ചെടുത്ത ആത്മവിശ്വാസം BJPക്കുണ്ട്. അവിടെ ഭരണം പിടിക്കാൻ കച്ചമുറുക്കുമ്പോൾ 4 സീറ്റുകൾ തിരുവനന്തപുരത്ത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോൺഗ്രസ്. ശക്തി കേന്ദ്രങ്ങളിൽ അടക്കമുണ്ടായ ബലക്ഷയത്തെ തുന്നിച്ചേർത്ത് അടുക്കും ചിട്ടയുമായി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഇടതുമുന്നണിയുമുണ്ട് അവിടെ. അങ്ങനെ എല്ലാ തരത്തിലും ത്രികോണ പോരിന്റെ ഗോത തെളിയുന്ന തിരുവനന്തപുരത്തെ 7 മണ്ഡലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പാറശാല, കോവളം എന്നീ മണ്ഡലങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം ഇവിടെ പരിശോധിക്കുന്നത്. അതിനുശേഷം നാളെ നമ്മൾ മറ്റ് 7 മണ്ഡലങ്ങൾ കൂടി പരിശോധിക്കും. ആദ്യം തന്നെ നമുക്ക് അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. R. സുഭാഷിലേക്കാണ് ആദ്യം പോകുന്നത്. സുഭാഷ്, 2021 സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന ജില്ലയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന ജില്ലയാണ് തിരുവനന്തപുരം എന്നുള്ളത്. ഈ തിരുവനന്തപുരം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനൊപ്പം കേരളവും ചിന്തിക്കും എന്ന തരത്തിൽ പലപ്പോഴായി വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഇത്തവണ എത്രത്തോളം പ്രസക്തിയുണ്ട്? അതുമാത്രമല്ല, അത്രയധികം പ്രവചനാതീതമായിട്ടുള്ളൊരു സാഹചര്യമാണോ തിരുവനന്തപുരത്ത് ഇപ്പോഴുള്ളത്? തിരുവനന്തപുരത്തേക്ക് പ്രമുഖ BJP നേതാക്കന്മാരെല്ലാവരും സ്വയം പ്രഖ്യാപിച്ചും അല്ലെങ്കിൽ മറ്റ് സ്വാധീനം വഴി സീറ്റ് നേടാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തുമ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ. അതിലെ പ്രധാനപ്പെട്ട 4 സീറ്റെങ്കിലും അല്ലെങ്കിൽ 5 സീറ്റെങ്കിലും അവർ ലക്ഷ്യം വയ്ക്കുന്നുമുണ്ട്. അത് വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി അതിന് മുന്നോട്ട് പോകുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതിനുശേഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ടുകൾ അതിൻ്റെ കൃത്യമായ ദിശാസൂചികകളായി നമ്മുടെ മുമ്പിലുണ്ട് താൻ. കണക്കുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായ തരത്തിൽ പ്രവർത്തിച്ചോളണമെന്നില്ല എങ്കിൽ പോലും കണക്കുകൾ തീർച്ചയായിട്ടും BJPക്ക്, ആ ലെവലിൽ BJP ഭൂരിപക്ഷം കിട്ടുന്ന ഉള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു സീറ്റ് പോലും ഇല്ലാത്ത സമയത്ത് ഒരു 3-4 സീറ്റുകൾ അവർ നേടിയാൽ അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലാണ് കണക്കുകൾ നമ്മളോട് കഥ പറയുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF അത്ഭുതം സൃഷ്ടിച്ചതാണ്. കാരണം അവിടെ 14 മണ്ഡലങ്ങളിൽ 13ലും LDF ഭൂരിപക്ഷം നേടിയതാണ്. 5 മണ്ഡലത്തിൽ അവർ 20,000-ലധികം വോട്ടും നേടിയിരുന്നു. അതേപോലെ തന്നെ 5 മണ്ഡലങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഇത്തവണ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ 5 സ്ഥലങ്ങൾ അവർ, ആ 4 സ്ഥലങ്ങൾ അവർ 1ാം സ്ഥാനത്തെ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മേൽക്കൈ നേടാനും അവർക്ക് കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ LDFനും UDFനും ഏതാണ്ട് ഒരേ വോട്ട് ഷെയർ ആണ് എന്നുള്ളതാണ്. ഏതാണ്ട് 34.5ഉം 34.6ഉം അങ്ങനെ 0.1% ഒക്കെ ഒരു വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ ലിമിറ്റിൽ ഇവർ ഇടതു മുന്നണിയും അതേപോലെ തന്നെ BJPയും തമ്മിലുള്ളൊരു വോട്ടിൻ്റെ അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കാൻ പോകുന്ന ഒരു 1/2 ഡസനെങ്കിലും മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്.
തീർച്ചയായും ഈ രീതിക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇനി TJ ശ്രീലാലിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ശ്രീലാൽ, ഈ രീതിയിലൊക്കെയാണ് കണക്ക് കൂട്ടലുകൾ പോകുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു 100-ൽ പരം സീറ്റുകൾ ലഭിക്കുമെന്ന്. പല സർവേകളിലും പറയുന്നു 85ഓളം സീറ്റുകൾ ലഭിക്കും കോൺഗ്രസിന് എന്നുള്ള സർവേ ഫലങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു. ഈ സാഹചര്യത്തിലും കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത് 140 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ എന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. എത്രത്തോളം സങ്കീർണമാണ് കോൺഗ്രസിന് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ? നോക്കൂ സംഗീത, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കെല്ലാവർക്കും ഈ തിരുവനന്തപുരം പിടിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് തന്നെ. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് 4 സീറ്റ് കിട്ടും എന്ന് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും പ്രതീക്ഷ വയ്ക്കുന്നതും. ഈ രണ്ടുപേരും പ്രതീക്ഷ വയ്ക്കുന്നത് ഏതാണ്ട് ഒരേ സീറ്റുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇക്കാര്യത്തിൽ. 1. 2, നേരത്തെ ശ്രീ സുഭാഷ് പറഞ്ഞതുപോലെ 14 മണ്ഡലങ്ങളുള്ള ജില്ലയാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതിൽ 13ലും കഴിഞ്ഞ തവണ ജയിച്ചത് LDF തന്നെയായിരുന്നു. LDFന് സമഗ്ര ആധിപത്യമുണ്ടായിരുന്നു. പക്ഷേ 2011 തൊട്ട് ഇങ്ങോട്ട് BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അതിനുള്ള കാരണം നഗരത്തിലുള്ള പല മണ്ഡലങ്ങളും, അതായത് 3-4 മണ്ഡലങ്ങൾ വേണമെങ്കിൽ ജയിക്കാം എന്നൊരു പ്രതീക്ഷ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും, അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും എല്ലാം BJPക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വച്ച് നീട്ടുകയും ഏറ്റവും അവസാനം ആ പ്രതീക്ഷ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേമത്ത് മാത്രം കഴിഞ്ഞതിൻ്റെ മുന്നിൽ തവണ 2016 നേമത്ത് അവർക്ക് ആ പ്രതീക്ഷ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതും കൂടി സത്യമായ കാര്യമാണ്. പക്ഷേ നേമത്ത് അന്ന് വിജയിപ്പിച്ചെടുക്കാനുള്ള കാരണം BJPക്ക് അന്ന് CPM-ഉം BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നേമത്ത് നടന്നത്. അന്ന് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി അവരുടെ ഘടകകക്ഷി സ്ഥാനാർത്ഥി വരുന്നു, ആ സ്ഥാനാർത്ഥി വീക്കായിരുന്നു, അത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയാണ് ഈ പ്രതീക്ഷയാണ്, അതേ പ്രതീക്ഷയൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസും വരുന്നത്. പക്ഷേ പ്രശ്നം, കോൺഗ്രസിന് ഇവിടെ ഉറച്ച ഒരു സീറ്റുള്ളത് കോളം തന്നെയാണ്. അത് ഇത്തവണയും കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായി തന്നെ നിൽക്കുന്നു. ബാക്കി 3 മണ്ഡലങ്ങൾ ഏത് എന്ന് പറയുമ്പോൾ നഗരമണ്ഡലങ്ങൾ തന്നെയാണ് കോൺഗ്രസും പ്രതീക്ഷ വയ്ക്കുന്നത്. അതേ നഗരമണ്ഡലങ്ങളിൽ തന്നെയാണ് BJPയും പ്രതീക്ഷ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 കൂട്ടരും 4-4 എന്ന ഒരു കണക്കിൽ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ വരുന്ന സർവേ ഫലങ്ങൾ, അത് ഈ പറയുന്ന അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് പല സർവേ ഫലങ്ങളും ഈ പറയുന്ന പെയ്ഡ് സർവേ ഫലങ്ങൾ എന്ന തലത്തിലേക്ക് കൂടി വരുന്നുണ്ട്. കാരണം അതൊരു അഭിനവ തിരഞ്ഞെടുപ്പിലെ ഒരു പുതിയ സമവാക്യമാണിത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പല സർവേകൾ കൊണ്ടുവന്ന് അത് അനുകൂലമായ ഘടകമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക, ആ സർവേകളിൽ ഫലം വരുമ്പോൾ അത് ഇതാണ് ജനഹിതം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു പ്രചാരണ തുടക്കം പല പാർട്ടികളും ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് വളരെ മുൻപ് തന്നെ തുടങ്ങിയ വളരെ ദേശീയതലത്തിൽ തന്നെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഈ തിരഞ്ഞെടുപ്പുകളുടെ ഈ സർവേ ഫലങ്ങളുടെ ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത്, ഏറ്റവും അവസാനം ശശി തരൂർ ഒരു സർവേ നടത്തി നമ്മൾ ഓർക്കുന്നുണ്ടാവും. അന്ന് ആ സർവേയിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥികളിൽ ഒരാളായി അദ്ദേഹത്തെ പറയുകയും ചെയ്തു. അപ്പോൾ അത്തരം സർവേകളുടെ ഫലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ 2 കൂട്ടരും BJP ആയാലും കോൺഗ്രസ് ആയാലും രണ്ടുപേരും പ്രതീക്ഷ വയ്ക്കുന്ന ഈ 4 മണ്ഡലങ്ങളിലാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഈ 4 മണ്ഡലങ്ങളിലും നഗരത്തിലെ 4 മണ്ഡലങ്ങളിൽ ജയിച്ചു കയറുക അത്ര എളുപ്പമല്ല. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ CPM-നെ കൈവിട്ടുവെങ്കിലും ഈ MLA-മാരുടെ, അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള MLA-മാരുടെ പ്രതിച്ഛായം മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിലേക്ക് നമുക്ക് വിശദമായി തന്നെ അതിലേക്ക് തന്നെ ഓരോ മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ അത് ഏത് രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഓരോ മണ്ഡലത്തെ പറ്റിയും വിശദമായി അറിയേണ്ടതുണ്ട്. ആദ്യം പോകുന്നത് നേമത്തേക്കാണ്. നേമം മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ BJPക്ക് ആദ്യ MLA സമ്മാനിച്ച മണ്ഡലമാണ് നേമം. ആദ്യമായി ഒരു സ്ഥാനാർത്ഥി തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും നേമത്താണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ മത്സരം നടക്കുക നേമത്ത് തന്നെയാകും. നേമത്തെ 2021 വോട്ട് നില നമ്മൾക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് വരാം. അതിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് നേമത്തെ MLA. V ശിവൻകുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് 55,837 വോട്ട്, അതായത് 38.4% വോട്ടാണ് ശിവൻകുട്ടിക്ക് അവിടെ ലഭിച്ചത്. 2ാം സ്ഥാനം കുമ്മനം രാജശേഖരനായിരുന്നു. BJP നിന്ന് 51,888 വോട്ടുകൾ ലഭിച്ചു. K മുരളീധരനാകട്ടെ 36,524 വോട്ടുകൾ, അതായത് 25.1% വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. നേമം അസംബ്ലി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം പറയുമ്പോൾ 2016 കണക്ക് ഒരിക്കലും പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം ആദ്യമായിട്ട് അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ച കാലഘട്ടമാണ് 2016. 2016 നേമത്ത് മത്സരിച്ച BJPയുടെ മുതിർന്ന നേതാവ് O രാജഗോപാൽ BJPയുടെ കേരളത്തിലെ ആദ്യ MLA ആയി മാറിയ ആ ചരിത്രം നമ്മൾ കണ്ടതാണ്. അന്ന് O രാജഗോപാലിന്
67,813 വോട്ടുകൾ, അതായത് 47.8% വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. രണ്ടാം സ്ഥാനത്ത് വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു. 41.7% ലഭിച്ചു, അതായത് 59,142 വോട്ടുകൾ നേടി. വി സുരേന്ദ്രനാകട്ടെ 13,860 വോട്ടുകളാണ് ലഭിച്ചത്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അന്ന് JDU-വിന്റെ ഭാഗമായിരുന്ന മുൻ മന്ത്രി വി സുരേന്ദ്രൻ പിള്ളയായിരുന്നു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നേമത്ത് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകളുടെ കണക്കാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചത് 61,227 വോട്ടുകൾ, അതായത് 45.8% വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് നേമത്ത് നേടാൻ കഴിഞ്ഞു. ശശി തരൂരിനാകട്ടെ 39,101 വോട്ടുകൾ, 29.26%. പന്ന്യൻ രവീന്ദ്രന് 33,322 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു, അതായത് അവിടുത്തെ വ്യത്യാസം വന്നത് 22,126 വോട്ടുകളുടേതായിരുന്നു. തിരുവനന്തപുരത്ത് ജയം ശശി തരൂരിനായിരുന്നു എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ച വോട്ട് അവിടെ ശ്രദ്ധേയമായി നിൽക്കുന്നുണ്ട്. ശശി തരൂരിനേക്കാൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ 22,126 കൂടുതൽ വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. അവസാനമായി വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ഓരോ മുന്നണിയുടെയും മണ്ഡലത്തിലെ പ്രകടനമാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 22 വാർഡുകൾ ചേർന്നതാണ് നേമം അസംബ്ലി മണ്ഡലം. ഇതിൽ 17 വാർഡുകളിൽ വിജയിച്ചത് NDA ആണ്. തിരുമല, പൂജപ്പുര എസ്റ്റേറ്റ്, നേമം, പൊന്നുമംഗലം, മേലങ്കോട്, പാപ്പരംകോട്, കരമന, നെടുങ്കാട്, കാലടി, കരുമം, പൂങ്കുളം, വെള്ളാറ്, തിരുവല്ലം, അമ്പലത്തറ, ആറ്റുകാൽ, കമലേശ്വരം എന്നിവയൊക്കെയാണ് ആ വാർഡുകൾ. LDF ആകട്ടെ 5 വാർഡുകളിലും ലീഡ് ചെയ്തു. തൃക്കണ്ടാപുരം, പുന്നയ്ക്കാമുകൾ, മുടവൻമുകൾ, പുഞ്ചക്കരി, കലിപ്പൻകുളം എന്നിവയാണ് LDF വിജയിച്ചവ. UDF-ന് ഒരു വാർഡിൽ പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ ശ്രദ്ധേയമായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നേമത്തെപ്പറ്റി വിശദമായിട്ട് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. R സുഭാഷിലേക്കാണ് ആദ്യം പോകുന്നത്. സുഭാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കൃത്യമായ അല്ലെങ്കിൽ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ നേമത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാലങ്ങളായിട്ടുള്ള കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ അത് ക്രമാനുഗതമായി കൂടിക്കൂടി വന്നിട്ടുള്ളതാണ്. മാത്രമല്ല, നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, നേമത്ത് അതായത് സ്വയം നിലയ്ക്ക് തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തിവരുന്ന രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ത്രികോണ പോര് അവിടെ ഉണ്ടാകും. ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വന്നാൽ എന്നുള്ളത് നേമത്തെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. 2016 ശേഷം നേമത്ത് BJP-ക്ക് അക്കൗണ്ട് തുറക്കാനാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. മാത്രമല്ല, അവിടെ വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ മത്സര സാധ്യത നമ്മളിപ്പോഴും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ശിവൻകുട്ടി അടക്കം ആ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ CPM-ന് അത് എത്രത്തോളം നിർണായകമാകും ഈ മത്സരം നേമത്ത്? തീർച്ചയായിട്ടും നേമം CPM-ന്റെ ഒരു അഭിമാന പോരാട്ടം തന്നെയാവും. ഇപ്പോൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, നേമത്തൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പൂട്ടിച്ചു എന്നുള്ളത്. അത് പക്ഷേ അത് പൂട്ടിച്ചത് CPM-ന്റെ മാത്രം എടുക്കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയില്ല. അന്ന് അതുവരെ UDF അവഗണിച്ചിട്ടിരുന്ന അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് മാറ്റിവെച്ചിരുന്ന ഒരു മണ്ഡലം, ഒരു സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും കെ മുരളീധരനെ പോലെ വളരെ ജനപ്രിയനായ ഒരു നേതാവിനെ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തതോടുകൂടി കൃത്യമായ ത്രികോണ മത്സരം രൂപപ്പെടുകയും അതോടുകൂടി BJP-യുടെ ഒരു ആധിപത്യം അവിടെ ഇല്ലാതെയാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. 2011-ലും 2016-ലും O രാജഗോപാലാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം ക്രമാനുഗതമായി വോട്ട് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. 2011-ൽ BJP-ക്ക് കിട്ടിയത് 37% വോട്ടുകളായിരുന്നെങ്കിൽ അത് പിന്നീട് 10% വർദ്ധിപ്പിച്ച് വിജയം നേടാൻ O രാജഗോപാലിന് കഴിഞ്ഞു. അത് ആ ഒരു വളർച്ചയാണ് BJP-ക്ക് വലിയ ആശ, വലിയ അഭിമാനകരമായ ഒരു നേട്ടമായി അത് വളരുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിയും കുമ്മനം രാജശേഖരനും തമ്മിലുള്ള മത്സരം വന്നപ്പോൾ അത് ശിവൻകുട്ടിക്ക് അനുകൂലമായ ഒരു റിസൾട്ടായി വന്നതിൻ്റെ പ്രധാന കാരണം UDF അവരുടെ ശക്തനായ ഒരു വക്താവിനെ രംഗത്തിറക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മുരളീധരൻ ആ തരത്തിൽ ഏതാണ്ട് 36,500-ൽ പരം വോട്ട് നേടിയിട്ടുണ്ട്. ആ സമയത്ത് കുമ്മനത്തിന് കിട്ടിയത് 52,000-അടുത്ത വോട്ടുകളാണ്. വി ശിവൻകുട്ടിക്ക് 55,837 വോട്ട് ലഭിക്കുകയും ചെയ്തു. ഇവിടെ നമ്മളൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ LDF-ന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരികയാണ്. 2011-ൽ 43% ആയിരുന്നു അവരുടെ വോട്ട് ഷെയർ എങ്കിൽ 2016-ൽ അത് 41%, 2021-ൽ 38%.
അതേസമയം BJPയുടേത് ക്രമാനുഗതമായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 37, 47, പിന്നീട് അവസാന ഘട്ടത്തിൽ ത്രികോണ മത്സരം വന്ന സമയത്ത് അത് 35.5% കുറഞ്ഞു. UDFിൻ്റേതും വളരെ മോശമായിരുന്നു. 17% പിന്നീട് 9% താണു. അതിനുശേഷം അത് 25% ഉയർന്നു. ഈ 9% ചേർന്ന കുറഞ്ഞ സമയത്താണ് ആ വോട്ടുകൾ, അതായത് UDFിന് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന വോട്ടുകൾ ശക്തമായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വന്ന സമയത്ത് അത് കൂടുതൽ BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. മുരളീധരൻ വന്നപ്പോൾ ആ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനായി. അതോടുകൂടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ LDFന് വിജയിക്കാനായി. ഇവിടെ ശിവൻകുട്ടി തന്നെയാകുമോ സ്ഥാനാർത്ഥി എന്ന കാര്യം നമുക്ക് കൃത്യതയില്ല. പക്ഷേ ആ മണ്ഡലത്തിൽ CPMന് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് വി ശിവൻകുട്ടി തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുമെന്നൊക്കെ പറച്ചിലുണ്ടെങ്കിലും അവിടെ വേറൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഈ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വളരെ കൃത്യമായ തരത്തിൽ എല്ലാവിധ ശക്തി സ്രോതസ്സുകളും സംഭരിച്ചുകൊണ്ട് ഇലക്ഷന് നിൽക്കുന്നു എന്നുള്ളത് കൂടി വരുമ്പോൾ അവിടെ ശിവൻകുട്ടി തന്നെയായിരിക്കും മത്സരിക്കുക. അതേസമയം തന്നെ UDF ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ നമുക്ക് ഫലം പ്രവചിക്കാനാവാത്തൊരു മത്സരത്തിലേക്ക് അത് നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. തീർച്ചയായും സുഭാഷ്, അത് അങ്ങനെ തന്നെയാണ്. ശ്രീലാലിലേക്ക് വരികയാണെങ്കിൽ, ശ്രീലാൽ, ഇപ്പോൾ UDFിന്റെ കാര്യം പറയുമ്പോൾ 2006-ൽ N ശക്തൻ കാഴ്ചവെച്ചിട്ടുള്ള ഒരു മികച്ച പ്രകടനമാണ് UDFിന് അവിടെ ആശ്വാസകരമായിട്ട് നോക്കിക്കാണാനാവുന്ന ഒരു റിസൾട്ട് എന്നുള്ളത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 10,749 വോട്ടുകൾക്ക് N ശക്തൻ വിജയിച്ചിരുന്നു അന്നവിടെ. പിന്നീട് K മുരളീധരന്റെ ദയനീയമായ തോൽവിയടക്കം കണ്ടതാണ് നേമത്ത്. ഇത്തവണ നേമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ ആരായിരിക്കാം അത് എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ എത്രത്തോളം ഫൈറ്റ് കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കാൻ ആകും? നോക്കൂ സംഗീത, ഇവിടെ 2006-ൽ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 2006-ൽ 51% വോട്ട് പിടിച്ചാണ് N ശക്തൻ നേമത്ത് വിജയിക്കുന്നത്. അതായിരുന്നു കോൺഗ്രസിൻ്റെ അതുവരെയുള്ള ബേസ്. അത് കഴിഞ്ഞ് 2011-ലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് ആ മണ്ഡലം കൈവിട്ടു. പകരം അത് JDSനോ അങ്ങനെ ഒരു കൊടുത്തു. അവിടെ ചാരുവാർ രവി വന്ന് മത്സരിക്കുന്നു. ചാരുവാർ രവി വന്ന് UDFിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഈ 51% വോട്ടുണ്ടായിരുന്നിടത്ത് നിന്ന് 17-16% UDFിൻ്റെ വോട്ട് വീഴുകയാണ്. ആ പോയ വോട്ടുകൾ മുഴുവൻ പോയത് BJPക്കാണ്. അവിടെ അന്ന് BJP 2006-ൽ BJPക്ക് 5%, 6% വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 2011 ആയപ്പോഴത്തേക്കും രാജഗോപാൽ വന്ന് മത്സരിക്കുമ്പോൾ അവിടെ അവരുടെ വോട്ട് ശതമാനം 37-ലേക്ക് ഉയരുകയാണ്. 5-ൽ നിന്ന് 6-ൽ നിന്ന് 37-ലേക്ക് ഉയർന്നു. ആ ഉയർച്ച പിന്നീട് ഒരു കാലത്തും BJPയിൽ നിന്നും വിട്ടുപോയിട്ടില്ല. അന്ന് വന്ന വോട്ടുകൾ BJPക്ക് ഒപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ്. UDFിൻ്റെ വോട്ടുകൾ ആണ് BJPയിലേക്ക് അന്ന് മറിഞ്ഞത് ആദ്യം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഘടകകക്ഷിക്ക് കൊടുത്തതോടെ ഇത്തവണ ഞാൻ സംഗീത പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ചെറിയ യോജിപ്പുള്ളത്, മുരളീധരൻ തീർത്തും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ്. മുരളീധരൻ പരാജയപ്പെട്ടു, മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അവിടെ മുരളീധരൻ ആ 25%, 26% വോട്ട് പിടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് അവിടെ LDFന് ജയിച്ചു കയറാൻ സാധിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ UDF ഘടകകക്ഷികൾ കൊടുത്ത ഈ സീറ്റ് പഴയതുപോലെ ഒത്തുതീർപ്പിലേക്ക് പോയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തവണ ശിവൻകുട്ടി അവിടെ ജയിക്കുക എളുപ്പമാകില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അസാധ്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ മണ്ഡലത്തിലേക്കാണ് ഇനിയിപ്പോൾ UDF ആരെ ഇറക്കും എന്നുള്ള ചോദ്യം വരുന്നത്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് വന്ന് മത്സരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസിന് ആ മണ്ഡലം ഘടകകക്ഷി കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു കാര്യം നിൽക്കുന്നു. കാരണം അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ ഈ മണ്ഡലം കോൺഗ്രസ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായി വച്ച് മാറുന്നു, അല്ല ഒഴിഞ്ഞു കൊടുക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള പ്രചാരണം വരും. BJPയെ ജയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഈ മണ്ഡലം വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു വലിയ ആരോപണം കോൺഗ്രസിനെതിരെ ഉണ്ടാകും. അത് മറ്റു മണ്ഡലങ്ങളിൽ കേരളത്തിലാകെ കോൺഗ്രസിനെതിരെയുള്ള ഒരു പ്രചാരണ ആയുധമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന് രംഗത്തിറക്കേണ്ടി വരും. അവരാരെ ഇറക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന് രംഗത്തിറക്കേണ്ടി വരും. അത് ഒരു പക്ഷേ ഈ നമ്മൾ കേട്ട പേരുകളാകാനുള്ള സാധ്യത കുറവാണ്. അതായത് ഇപ്പോൾ ശശി തരൂരിൻ്റെ പേരടക്കം കേൾക്കുന്നുണ്ട്. ശശി തരൂരിനെ രംഗത്തിറക്കിക്കൊണ്ട് നിയമം പിടിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു ആലോചന പോലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ശശി തരൂരിന് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സമ്മതമാകാൻ സാധ്യതയുണ്ട്. കാരണം ശശി തരൂർ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം വേണം, കുറച്ചുകൂടി ഇറങ്ങി നിൽക്കണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, സംസ്ഥാനത്ത് കുറച്ചുകൂടി സ്വാധീനം വേണം എന്നൊക്കെ അവകാശപ്പെടുന്നതും അദ്ദേഹത്തിന് അതിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. അത് പലപ്പോഴും അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ ശശി തരൂർ വളരെ
കരുതലോടുകൂടി ചൂടുവെക്കുന്ന സമയം കൂടിയാണിത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആലോചന ശശി തരൂർ തള്ളില്ല. പക്ഷേ അങ്ങനെ ഒരു ആലോചന വരുമ്പോൾ ശശി തരൂരിന് വേണ്ടി മാത്രമായി അതിൽ ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു ഫൈറ്റിലേക്ക് ആ കാര്യങ്ങൾ പോകും. അപ്പോൾ നിയമത്ത് കുറച്ചുകൂടി ഉദ്വേഗം ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഒരു സ്റ്റാർ മണ്ഡലത്തിലേക്കും കൂടി പോകേണ്ടതുണ്ട്. അടുത്തത് വട്ടിയൂർക്കാവാണ് നമ്മൾ പോകുന്നത്. അവിടെ നിയമം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് BJP പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു അസംബ്ലി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. 2011 വട്ടിയൂർക്കാവ് എന്ന പേരിൽ മണ്ഡലം നിലവിൽ വന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇതിനു മുൻപ് തിരുവനന്തപുരം 2, തിരുവനന്തപുരം നോർത്ത് മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു. 2011 2016 ജയം K മുരളീധരനായിരുന്നു. K മുരളീധരൻ വടകര MP ആയതോടെ മണ്ഡലത്തിൽ ഒഴിവ് വന്നു. തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് കോർപ്പറേഷൻ മേയറായിരുന്ന VK പ്രശാന്ത് MLA ആയി. അപ്പോൾ 2021 VK പ്രശാന്ത് വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. VK പ്രശാന്തിന് അന്ന് ലഭിച്ചത് 61,111 വോട്ടുകൾ, അതായത് 44.7% വോട്ടുകളായിരുന്നു. തൊട്ടു പിന്നാലെ VV രാജേഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 39,596 വോട്ടുകൾ ലഭിച്ചു. വീണ S നായരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത്. 30,455 വോട്ടുകൾ അവിടെ നേടി, അതായത് 25.9% കോൺഗ്രസിന് ലഭിച്ചത്. ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 21,515 വോട്ടുകളുടേത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവ് അസംബ്ലിയിൽ ഓരോ മുന്നണിക്കും ലഭിച്ച വോട്ടുകൾ നോക്കി വരാം. രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചത് 53,025 വോട്ടുകൾ, 42.02%. ശശി തരൂരിനാകട്ടെ 44,863 വോട്ടുകൾ ലഭിച്ചു, 35.5%. പന്ന്യം രവീന്ദ്രനായിരുന്നു മൂന്നാം സ്ഥാനത്ത്, 28,336 വോട്ടുകൾ. അവിടെ വ്യത്യാസം വന്നത് 8,000-ൽ പരം, അതായത് 8,162 വോട്ടുകളുടേത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം നോക്കിയാൽ നിയമം പോലെ കോർപ്പറേഷൻ വാർഡുകൾ മാത്രമാണ് വട്ടിയൂർക്കാവിലും ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 25 വാർഡുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ NDAക്ക് 12 വാർഡുകളും UDFന് 9 LDFന് 4 വിജയിക്കാനായി. അമ്പലമുക്ക്, തുരുത്തുമൂല, നെട്ടയം, വഴോട്ടുകോണം, കൊടങ്ങാനൂർ, വട്ടിയൂർക്കാവ്, കാഞ്ഞിരമ്പാറ, ചെട്ടിവിള, ശാസ്താമംഗലം അങ്ങനെ ഉള്ളിടങ്ങളിലാണ് NDA ജയിച്ച വാർഡുകൾ വരുന്നത്. കുടപ്പനക്കുന്ന്, കവടിയാർ, കുറവൻകോണം, മുട്ടട, കിനാവൂർ, പട്ടം, കേശവദാസപുരം, കുന്നുകുഴി, നന്ദൻകോട് എന്നിവിടങ്ങളിൽ UDFും ഉണ്ടായി. പാതിരപ്പള്ളി, കാച്ചാണി, പേരൂർക്കട, ഗൗരീശപട്ടം എന്നിവിടങ്ങളിൽ LDFും വിജയിക്കുന്നു. ഇതാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി വട്ടിയൂർക്കാവിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ മാറി മാറി വരുന്നൊരു സാഹചര്യം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടുവന്നതാണ്. സുഭാഷിലേക്കാണ്. സുഭാഷ്, ഞാൻ ഈ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വരികയാണ്. അവിടെ കൃത്യമായി K മുരളീധരൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. സിറ്റിംഗ് MLA ആയിട്ടുള്ള VK പ്രശാന്ത് അവിടെയുണ്ട്. ഒപ്പം BJPയുടെ R ശ്രീലേഖ അവിടേക്ക് നോട്ടമിടുന്നു. അതിനൊക്കെ പുറമെ K സുരേന്ദ്രൻ പറയുന്നു വട്ടിയൂർക്കാവാണെങ്കിലേ മത്സരിക്കുള്ളൂ എന്ന് പറഞ്ഞ് K സുരേന്ദ്രന്റെ മകനെ നിൽക്കുകയാണ്. BJPയിൽ അവർ തമ്മിലൊരു വലിയ ഫൈറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ 3 പേര് തമ്മിലും വലിയ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പരമ്പരാഗതമായി ഇടത് വലത് കോട്ടകളിലേക്ക് അവിടെ എത്രത്തോളം BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ? BJPയുടെ ഇപ്രാവശ്യത്തെ A ക്ലാസ് മണ്ഡലങ്ങളിൽ, അതായത് അവർ പൂർണ്ണമായും വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം ആണ് വട്ടിയൂർക്കാവ്. അവിടെ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞല്ലോ 42% വോട്ട് ലഭിച്ചതാണ്. 42% വോട്ട് ലഭിക്കുമ്പോൾ UDFന് അവിടെ 35% മാത്രമായിരുന്നു വോട്ട് എന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ തന്നെ 2021 VK പ്രശാന്തിന് 44% വോട്ട് കിട്ടിയപ്പോൾ VV രാജേഷിന് 28% മാത്രമായിരുന്നു കിട്ടിയത്. പക്ഷേ അവിടെ നിന്നുള്ള ഒരു കുതിച്ചു കയറ്റം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വളർച്ചയുടെ തോത് കണ്ടിട്ടാണ് K സുരേന്ദ്രൻ ഞാൻ ഇനി അവിടെ മത്സരിക്കൂ അല്ലെങ്കിൽ എന്ന മട്ടിൽ പാർട്ടിക്കുള്ളിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ വലിയ സാധ്യതകളുള്ള ഒരു മണ്ഡലമായിട്ടാണ് അവിടെ BJP ഇതിനെ കാണുന്നത്. അവരുടെ ക്രമാനുഗതമായ വളർച്ച ഓരോ തെരഞ്ഞെടുപ്പിലും 2011 12% മാത്രമായിരുന്നത് 2016 32%, അതായത് ബൈ ഇലക്ഷനിൽ അത് 22%. S സുരേഷ് മത്സരിച്ചപ്പോൾ അത് 22% കുറഞ്ഞിരുന്നു. അതേസമയം ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് അവിടെ കുമ്മനം രാജശേഖരനെ ഇറക്കിയതോടുകൂടി 32% വർദ്ധിച്ചു. ആ 32% ഇപ്പോൾ 42% വർധനവ് കാണിക്കുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ അവർക്ക് വളരെ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെയും ഇതേപോലെ തന്നെ ആരായിരിക്കും UDFൻ്റെ സ്ഥാനാർത്ഥി എന്നതിനനുസരിച്ചിരിക്കും ഇവിടെയും ഫലം ഉണ്ടാവുക. ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ
അവിടെ ത്രികോണ മത്സരം ഉണ്ടായില്ലെങ്കിൽ മാത്രമേ BJPക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയൂ എന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ VK പ്രശാന്താണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരിക എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രയും ജനപ്രിയനായ ഒരാളായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ആ പ്രദേശത്ത്, ആ നാട്ടിൽ വലിയ തോതിലുള്ള ജനകീയ ബന്ധങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനാണ്. കക്ഷിഭേദമന്യേ ആളുകൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഏറ്റവും അവസാനം ഈ ശ്രീലേഖയുമായി ഉണ്ടായ ഓഫീസ് പ്രശ്നത്തിൽ പോലും വളരെ പെട്ടെന്ന് തർക്കം അവസാനിപ്പിച്ച് അദ്ദേഹം ഓഫീസ് മാറിപ്പോകുന്നതിൻ്റെയൊക്കെ കാരണം ഈ ഒരു മാന്യത കൈവിടാതിരിക്കാനുള്ള ഒരു ശ്രമമാണ്. അവിടെ പ്രശാന്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അങ്ങനെ വരികയും അതേപോലെ തന്നെ കെ സുരേന്ദ്രൻ രംഗത്ത് വരികയും ചെയ്താൽ ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന ചോദ്യവും വളരെ പ്രസക്തമായിരിക്കും. ആ ഒരു തീരുമാനമനുസരിച്ചായിരിക്കും അവിടെയുള്ള കാര്യങ്ങൾ പോകുക. അവിടെയും ത്രികോണ മത്സരം കൃത്യമായി നടക്കുകയാണെങ്കിൽ അവിടെ LDF ജയിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. നിയമത്തെ പോലെയല്ല. കൃത്യമായ തരത്തിൽ ത്രികോണ മത്സരം നടന്നാൽ ചിലപ്പോൾ BJPക്ക് സാധ്യതയുണ്ട് എന്ന് കാണുന്നത് കൊണ്ടാണ് കെ സുരേന്ദ്രൻ അവിടേക്ക് തന്നെ കൃത്യമായ തരത്തിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ പക്ഷേ ശ്രീലേഖയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും UDF സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീലാൽ, ഇപ്പോൾ സുഭാഷ് പറഞ്ഞതുപോലെ ഈ UDF സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ VK പ്രശാന്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ VK പ്രശാന്ത്, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആ മണ്ഡലത്തിലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള ഒരു വിജയിച്ച ആൾ കൂടിയാണ്. അതായത് 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് VK പ്രശാന്തിന് നേടാൻ കഴിഞ്ഞത്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും CPMന് ഇത്തവണ കാര്യങ്ങൾ അവിടെ അത്ര എളുപ്പമായിരിക്കുമോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ഷെയർ അല്ലെങ്കിൽ ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും തിരുവനന്തപുരം മണ്ഡലത്തെ, തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളെ വിലയിരുത്തുന്നത് ശരിയായിട്ടുമില്ല ഇതുവരെയും. കാരണം 2014 19 എല്ലാം ഈ നഗരത്തിലെ പല മണ്ഡലങ്ങളിലും BJPക്ക് വലിയ തോതിലുള്ള വോട്ട് ലഭിച്ചിരുന്നു. BJPക്ക് അവിടെയെല്ലാം പല മണ്ഡലങ്ങളും ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്, വിസ്മരിക്കരുത്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജില്ലയിലെ എല്ലാ 14 മണ്ഡലങ്ങളിലും 13 മണ്ഡലങ്ങളും LDF പിടിച്ചു എന്നുള്ളതാണ്. അതായത് CPIയുടെ സ്ഥാനാർത്ഥിയാണ് വരിക. അത് മാത്രവുമല്ല, ആ മത്സരം ഈ ലോക്സഭയിലേക്ക് പോകുമ്പോൾ മത്സരം BJPയും UDFും തമ്മിൽ ആയിട്ടുണ്ട്. അത് കുറേ നാളുകളായിട്ട് അങ്ങനെ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ നേരെ മറിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അവിടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ജില്ലയിലെ ഏറ്റവും സ്വാധീനമുള്ള MLAമാരിൽ ഒരാൾ ആണ് VK പ്രശാന്ത്. VK പ്രശാന്തിനോടൊപ്പം സ്വാധീനമുള്ള മറ്റ് MLAമാരുമുണ്ട്. അതിന് വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും അധികം സ്വാധീനമുള്ള MLAമാരിൽ ഒരാൾ തന്നെയാണ് ജില്ലയിൽ. അതുപോലെ മണ്ഡലത്തിലും അത്രയും നല്ല സ്വാധീനവുമുണ്ട് VK പ്രശാന്തിന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ശ്രീലേഖയുമായുള്ള ആ പ്രശ്നം, ഓഫീസ് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ പ്രശാന്ത് തീരുമാനിച്ചുള്ള കാരണവും അത് തന്നെയാണ്. കാരണം മാർച്ചിൽ പ്രശാന്ത് ഈ കോർപ്പറേഷനുമായിട്ടുള്ള MLA ഓഫീസിൻ്റെ എഗ്രിമെൻ്റ് അവസാനിക്കും. അതിനുശേഷം അപ്പോൾ മാർച്ചിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പീക്കിലേക്ക് കടന്നിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് വീണ്ടും എന്തായാലും കോർപ്പറേഷൻ പ്രശാന്തിൻ്റെ പ്രശാന്തുമായുള്ള എഗ്രിമെൻ്റ് പുതുക്കില്ല, കരാർ പുതുക്കില്ല എന്നുള്ളത് വ്യക്തമാണ്, സുവ്യക്തമാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നേരത്തെ ഒഴിഞ്ഞ് ആ ഒരു വിവാദം പോലും ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് പ്രശാന്ത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് മാറ്റിയതെന്ന കാര്യം സംശയമില്ല. അത്രയ്ക്ക് കൂടി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യുകയും മുൻകൂട്ടി കണ്ട് ചെയ്യണമെന്ന് പാർട്ടി വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ്. അവിടെ വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഗരത്തിൽ BJPയും കോൺഗ്രസും CPMും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. അവിടെ ഈ പറയുന്ന തുല്യശക്തികൾ ആയി തന്നെ നിൽക്കുകയും അവിടെ അതാത് പാർട്ടികൾ അവരവരുടെ വോട്ടുകൾ പിടിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും അതിൻ്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ UDF കോൺഗ്രസ് അവരുടെ വോട്ട് പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് BJPക്ക് തന്നെയാകും. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക്, അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് ആ മണ്ഡലം വിട്ടുകൊടുക്കുമോ എന്നുള്ളത് വളരെ നിർണായകമായ ചോദ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിനെ വരും. പക്ഷേ അത് മുരളീധരൻ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. ശരി ശ്രീലാൽ, ഇനി നമ്മൾ അടുത്ത സ്റ്റാർ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അത് കഴക്കൂട്ടമാണ്. ടെക്നോ സിറ്റി, ടെക്നോ വാലി എന്നൊക്കെയാണ് ഇപ്പോൾ കഴക്കൂട്ടം അറിയപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അകലെയാണെങ്കിലും നഗരത്തോളം തന്നെ തിരക്കുള്ള പ്രദേശമായി ഇന്ന് കഴക്കൂട്ടം മാറിക്കഴിഞ്ഞു. BJP തിരുവനന്തപുരത്ത് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്തിലേക്ക് വിശദമായി വരുമ്പോൾ 1965 രൂപീകൃതമായ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച്
മത്സരിച്ച് വിജയിച്ചത്. 2 തവണയായി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുൻതൂക്കമാണ് മണ്ഡലത്തിൽ ലഭിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയാണ് മണ്ഡലത്തിൽ ഒന്നാമതെത്തിയതും. കടകംപള്ളി സുരേന്ദ്രന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ 63,690 വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. അതായത് 46.3% വോട്ടുകളാണ് CPM-നോടെ നേടാൻ കഴിഞ്ഞത്. ശോഭാ സുരേന്ദ്രനാണ് 2ാം സ്ഥാനത്ത് വന്നത്. 40,193 വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് നേടാൻ കഴിഞ്ഞു. അത് 29.2%. ഡോക്ടർ SS ലാലാണ് അത് 32,995 വോട്ടുകൾ നേടിക്കൊണ്ട് 24% വോട്ട് ഷെയർ ലഭിച്ചുകൊണ്ടാണ് 3ാം സ്ഥാനത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എത്തിയത്. ഭൂരിപക്ഷമായിട്ട് വന്നത് 23,497 വോട്ടുകളായിരുന്നു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഓരോ മുന്നണികളും നേടിയ വോട്ട് പരിശോധിക്കാം. നിയമവും വട്ടിയൂർക്കാവും പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുൻതൂക്കം കിട്ടിയ മണ്ഡലമാണ് കഴക്കൂട്ടം. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ലഭിച്ചിരിക്കുന്നത് 50,444 വോട്ടുകളാണ്, 40.56%. ശശി തരൂരിനാകട്ടെ 39,602 വോട്ടുകളാണ്, 31.84% വോട്ടുകൾ. പന്നിൻ രവീന്ദ്രന് 34,382 വോട്ടുകൾ ലഭിച്ചു, അതായത് 26.81%. അവിടുത്തെ വ്യത്യാസമായിട്ട് വന്നത് 10,842 വോട്ടുകളാണ്. ഇനി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ കഴക്കൂട്ടത്തെ കോർപ്പറേഷൻ വാർഡുകൾ ആര് നേടി എന്നുകൂടി നോക്കാം. അവിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ 28 വാർഡുകളാണ് കഴക്കൂട്ടം മണ്ഡലത്തിലുള്ളത്. ഇതിൽ 14 വാർഡുകളിൽ NDA വിജയിച്ചപ്പോൾ 10 LDF-ഉം 3 UDF-ഉം 1 സ്വതന്ത്രനും വിജയിച്ചു. ഇതാണ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഒരു ചിത്രമായി തെളിയുന്നത്. ഇനി നമുക്ക് സുഭാഷിലേക്ക് വരികയാണെങ്കിൽ, സുഭാഷ്, ഈ കഴിഞ്ഞ തവണത്തെ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ തന്നെ വലിയ രീതിയിൽ ശബരിമല വിഷയം അത് കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥം കൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇത്തവണയും അതിന് മറ്റൊന്നും ഉണ്ടാവുകയില്ല. ശബരിമല വിഷയവും CPM-ഉം ഒക്കെ ഈ രീതിയിൽ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും അത്തരം വിഷയങ്ങളൊക്കെ ഗൗരവപൂർണ്ണമായി പ്രചാരണ വിഷയങ്ങളായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഘട്ടത്തിൽ മാത്രമല്ല അവിടെ 2ാം സ്ഥാനം വന്നിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. മികച്ച ഒരു മത്സരം ശോഭാ സുരേന്ദ്രൻ അവിടെ കാഴ്ചവെക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2ഇടത്തും ശക്തമായിട്ട് BJPക്ക് അവിടെ കടന്നു കയറാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ CPM-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇങ്ങോട്ട് എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടാകും? നമുക്ക് ഈ ഇപ്പോഴത്തെ ശബരിമല വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസും BJP നേതാക്കളും നടത്തുന്ന ഓരോ പ്രസ്താവനകൾ തന്നെ ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്നതാണ്. അതായത് കടകംപള്ളി ഈ ഒരു ശബരിമല കേസിൽ ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട ഒരു ഇമേജിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ അത് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇരു കൂട്ടരും നടത്തുന്നത്. കടകംപള്ളി അവിടെ ഇവർക്ക് പെട്ടെന്ന് മറികടക്കാനാവാത്ത ഒരു ശക്തിയാണ് കോൺഗ്രസിനും അതേപോലെ തന്നെ BJPക്കും. നമ്മൾ 2 തെരഞ്ഞെടുപ്പുകൾ ഇതുവരെയുള്ള 2 തെരഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ നേരത്തെ പറഞ്ഞു BJP ആണ് അവിടെ രണ്ടാമത് വരുന്നത്. ശോഭാ സുരേന്ദ്രനായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്നു വി മുരളീധരനാണ്. മുരളീധരൻ മത്സരിച്ച് അന്ന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം പിന്നീട് ശബരിമല വിവാദം കത്തിച്ചു നിർത്തിയ സമയത്ത് കടകംപള്ളിക്ക് കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. അന്ന് ഏതാണ്ട് 7,347 വോട്ടുകളായിരുന്നു മുരളീധരനുമായി മത്സരിച്ചപ്പോൾ 2016 ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ അത് ഒറ്റയടിക്ക് 23,447 വോട്ടുകളാക്കി മാറ്റാൻ കടകംപള്ളിക്ക് കഴിഞ്ഞു. ഈ ഒരു കൃത്യമായ കണക്ക് അവിടെ ഇരിക്കെ തന്നെയാണ് ഇനി ഒരു സ്ഥാനാർത്ഥി നിർണയം അവിടെ ഉണ്ടാവുക. അവിടെ LDF-ന്റെ മുമ്പിൽ ഇപ്പോൾ കടകംപള്ളിക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല എന്ന കാര്യം സ്പഷ്ടമാണ്. കടകംപള്ളി അല്ലാതെ ഈ തരത്തിൽ വോട്ട് പിടിക്കാനോ അത്രയും ജനസമ്മതിയുള്ള ഒരു നേതാവ് CPM-ൽ ഇപ്പോൾ അത്ര എളുപ്പത്തിൽ നമുക്ക് അവിടുന്ന് കണ്ടെത്താനാവില്ല. അല്ലെങ്കിൽ അതുമായി അത്രയും സ്റ്റേച്ചർ വലിയ ഒരാളെ അവിടെ ഇറക്കിക്കൊണ്ടു വന്നേ പറ്റൂ. ഇതേ അവസ്ഥയിൽ ഈ ഒരു കാര്യം തന്നെയാണ് BJP-യെ മോഹിപ്പിക്കുന്നതും. അതായത് കടകംപള്ളി സംശയത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് നിൽക്കുകയോ ശബരിമല വിഷയം കൂടുതൽ തർക്കമാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരും എന്ന ചിത്രത്തോടു കൂടിയാണ് അവിടെ മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത്. മുരളീധരൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ 2016 മുതൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ കൾമിനേഷനായി ഒരു തെരഞ്ഞെടുപ്പ് വരികയും അവിടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കും എന്ന ഒരു ആഗ്രഹമാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ ഇത്തവണ അവിടേക്ക് വരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. കോൺഗ്രസിൻ്റെ സ്വാഭാവികമായും
കോൺഗ്രസിന് അതിൽ വലിയ റോളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ കഴിഞ്ഞ തവണ SS ലാലായിരുന്നു കാര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് കഴിഞ്ഞ കാലങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ കോൺഗ്രസിന് അതൊരു പ്രഭാവം കുറഞ്ഞു വരുന്നതും ശക്തി കുറഞ്ഞു വരുന്നതും ഒക്കെ കാണാം. അങ്ങനെ തന്നെ അതിനെ വിലയിരുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കഴിഞ്ഞ കാലത്തെ എല്ലാ കണക്കുകളും ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞ തവണ അവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ അതായത് ഡോക്ടർ SS ലാലിനെ അവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കോൺഗ്രസ് മത്സരിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുമ്പോൾ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ച് കാര്യങ്ങളെ വരികയാണെങ്കിൽ, സ്ഥാനാർത്ഥി നിർണയം തൊട്ടിങ്ങോട്ട് സൂക്ഷ്മമായി പരിശോധിച്ച് വരികയാണെങ്കിൽ കോൺഗ്രസിന് അവിടെ എത്രത്തോളം മേൽക്കൈ ഉണ്ടാക്കാനായി സാധിക്കും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ, കഴക്കൂട്ടം മണ്ഡലത്തിൽ ഏറ്റവും ഷുവർ ഷോട്ട് സ്ഥാനാർത്ഥിയായിരുന്നത് അവരുടെ പഴയ വാഹിദ് തന്നെയാണ്. വാഹിദ് മാറ്റി കഴിഞ്ഞ തവണ ലാലിനെ പരീക്ഷിച്ചപ്പോൾ അതൊരു വലിയ പരാജയമായി പോയി. അതിന് മുൻപ് 2016 വാഹിദും പരാജയപ്പെട്ടു എന്നവരെ സത്യം തന്നെ നിൽക്കുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റ്, ഏറ്റവും പോരാട്ടം BJPയും CPMഉം തമ്മിലാണ്. അതിനകത്ത് കോൺഗ്രസ് ഒരു ഘടകമല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളും വ്യക്തമാക്കുന്നത്. ആ വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച സ്വീകാര്യതയും വ്യക്തമാക്കുന്നത്. അതേസമയം BJP ആകട്ടെ, അവരുടെ ഇപ്പോൾ BJPക്ക് A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ BJPയുടെ A ക്ലാസ് സ്ഥാനാർത്ഥികളുണ്ട്. അതായത് അവരുടെ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ. അങ്ങനെയുള്ള ഏറ്റവും ജയസാധ്യതയുള്ള 2 സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ BJP രംഗത്തിറക്കിയതെന്ന് നമ്മൾ വിസ്മരിക്കരുത്. ഒന്ന് V മുരളീധരൻ, അവരുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാൾ. അതോടൊപ്പം തന്നെ BJPയുടെ ഏറ്റവും വാഗ്മിയും ആളുകളെ ഇളക്കി മറിക്കുന്നതിലും ആൾക്കാർക്കിടയിൽ വലിയ സ്വാധീനവുമൊക്കെയുള്ള ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ തവണ ഇറക്കുകയും ചെയ്തു. അപ്പോൾ BJPയുടെ A ക്ലാസ് സ്ഥാനാർത്ഥികളെ 2 പേരെ പരാജയപ്പെടുത്തിയാണ് കടകംപള്ളി ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവിടെ നിന്ന് വിജയിച്ചു വന്നതെന്നുള്ള കാര്യം നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുള്ള 2 ടേം പോളിസിയുടെ ഭാഗമായിട്ട് ഇത്തവണ മാറി നിൽക്കേണ്ടി, ആ പോളിസി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്തവണ മാറി നിൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ പോളിസി നടപ്പിലാക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയും കിട്ടുന്ന സൂചനകൾ, ലഭിക്കുന്ന സൂചന. കാരണം നേരത്തെ ശ്രീ സുഭാഷ് പറഞ്ഞതുപോലെ കടകംപള്ളിക്ക് പകരം അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ ഇപ്പോഴും CPM ഇല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ആരോപണങ്ങൾ, ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ എത്ര ശക്തിപ്പെട്ടാലും അവിടെ കടകംപള്ളിയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ ആരോപണങ്ങളെ ശരിവെക്കുന്നതിന് തുല്യമാകും എന്നുള്ളത് ഒരു കാര്യം. 2, VK പ്രശാന്തിനെ കടകംപള്ളിയിലേക്ക്, കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷേ അങ്ങനെ ഒരു പ്രചാരണം നടന്നു കഴിഞ്ഞാൽ അതൊരു ഈ പറയുന്ന ഒരു ആത്മഹത്യ എന്ന് തന്നെയാകും, ഒരു അരാഗിരിയാകും. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലും തോൽവി ഏറ്റുവേണ്ടി വരും, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം തോൽവി ഏറ്റുവേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല, കടകംപള്ളി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അവിടെയാണ് കോൺഗ്രസ് ആര് ഇറക്കും എന്നുള്ള വലിയ പ്രതിസന്ധി. ഇത്തരം പ്രതിസന്ധികൾ നിൽക്കുമ്പോഴാണ് നഗരത്തിൽ 4 സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ഒരു വലിയ അവകാശവാദം അവർ ഉന്നയിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്ത് 2011 മണ്ഡലം നിലവിൽ വന്നത്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇതിനു മുൻപ് തിരുവനന്തപുരം 1, തിരുവനന്തപുരം വെസ്റ്റ് എന്നിവയുടെ ഭാഗമായിരുന്നു. 2011ലും 2016ലും ജയം കോൺഗ്രസിനായിരുന്നു. 2021 കേരള കോൺഗ്രസിൽ നിന്ന് പിളർന്ന LDFന്റെ ഭാഗമായ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവാണ് വിജയിച്ചത്. മണ്ഡലത്തിൽ BJP ശക്തമാണ് എന്നുള്ളതും അവിടെ നിൽക്കുന്നു. ആന്റണി രാജുവിന് കിട്ടിയത് 48,748 വോട്ടുകൾ, അതായത് 38.3% വോട്ടുകളാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന് ലഭിച്ചത്. VS ശിവകുമാറിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത് 41,659 വോട്ടുകൾ, 32.8% വോട്ടുകളാണ് അവിടെ രണ്ടാമതായി വന്ന ശിവകുമാറിന് ലഭിച്ചത്. കൃഷ്ണകുമാറാണ് മൂന്നാമതായി BJPയിൽ അവിടെ ഉണ്ടായിരുന്നത്. 34,996 വോട്ടുകൾ അദ്ദേഹത്തിനും ലഭിച്ചു. ഭൂരിപക്ഷമായിട്ട് വന്നത് 7,089 വോട്ടുകളാണ് അവിടെ ഭൂരിപക്ഷമായി വന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിലേക്ക് വരുമ്പോൾ ശശി തരൂരിന് 48,196 വോട്ടുകൾ, അതായത് 40.58% ലഭിച്ചു. രാജീവ് ചന്ദ്രശേഖരനാകട്ടെ 36.78% 43,755 വോട്ടുകൾ ലഭിച്ചു. പന്നിൻ രവീന്ദ്രന് 27,076 വോട്ടുകൾ. അവിടെ വ്യത്യാസമായി വന്നത്, ഭൂരിപക്ഷമായി വന്നത് 4,541 വോട്ടുകളാണ്. ആദ്യ 3 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശശി തരൂരാണ് ഇവിടെ ലീഡ് ചെയ്തത് എന്നുള്ളതും പ്രസക്തമായിട്ട് തന്നെ പറയേണ്ടതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് ചിത്രം എന്ന് നോക്കുമ്പോൾ കോർപ്പറേഷന്റെ 22 വാർഡുകൾ അടങ്ങുന്നതാണ് തിരുവനന്തപുരം മണ്ഡലം എന്നുള്ളത്.
ഇതിൽ LDF-ഉം NDA-യും 8 വീതം വാർഡുകളിലും UDF 6 ജയിച്ചു. നഗരത്തിൽ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം കടുക്കും എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയുണ്ട്. കാരണം ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. സുഭാഷിലേക്ക് പോകുമ്പോൾ സുഭാഷ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ആന്റണി രാജു അയോഗ്യത നേരിടുന്നു, അല്ലെങ്കിൽ തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടുകൂടിയുള്ള ഒരു CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ഇനി ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതില്ല തിരുവനന്തപുരം എന്ന തരത്തിലേക്കൊരു വാർത്തകളും നിഗമനങ്ങളും ഒക്കെ വരുന്ന സാഹചര്യം കൂടിയാണല്ലോ അവിടെയുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ സാധ്യതകൾ CPM-നെ സംബന്ധിച്ചുണ്ടാവുക? CPM-ന്റെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം അവരുടെ CPM-ന്റെ LDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റാണത്. വളരെ വളരെ ഭീഷണി നേരിടുന്ന ഒരു സിറ്റിംഗ് സീറ്റായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കേസ് വന്നതോടുകൂടി ആന്റണി രാജു ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലായി. അവർ തുടർച്ചയായി 2 ടേമിൽ അവിടെ ആന്റണി രാജുവിന് മാത്രമായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി. അത് അവരുടെ ഘടകകക്ഷികൾക്കുള്ള സീറ്റ് തന്നെയാണ്. എന്തായാലും ഇത്തവണ അവിടെ ചെയ്യാൻ കഴിയില്ല. അവിടെ അവരെ ആന്റണി രാജുവിനെ മത്സരിപ്പിക്കാനാവാത്ത ഒരു സ്ഥിതിക്ക് അത് ഏതെങ്കിലും പ്രധാന കക്ഷികൾ ഏറ്റെടുക്കുന്ന, അതായത് CPI-യോ CPM-ഓ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നേരത്തെയുള്ള കണക്കുകളും ഇതുവരെ വോട്ടിൻ ശതമാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ UDF-ന് വളരെ ശക്തമായ അടിത്തറയുള്ളൊരു മണ്ഡലമാണത്. ആഞ്ഞു പിടിച്ചാൽ UDF-ന് ഇത്തവണ ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്. BJP-ക്ക് ആ തരത്തിൽ വലിയ ഭീഷണി ഉയർത്താവുന്ന മണ്ഡലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ UDF-ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4541 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയ UDF-ന് കിട്ടിയ മണ്ഡലമാണത്. അവിടെ ആന്റണി രാജു ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ ആ ഘടകകക്ഷിക്ക് മറ്റു ആളുകളെ കൊടുക്കാൻ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥയിൽ വളരെ വളരെ സീനിയറായ ഏതെങ്കിലും ഒരു നേതാവിനെ CPM രംഗത്തിറക്കും. CPM അല്ലെങ്കിൽ CPI രംഗത്തിറക്കും. CPI-യുമായി ഏതാണ്ടൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു, ഏതെങ്കിലും മണ്ഡലങ്ങൾ വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊന്നും തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിട്ടില്ല. LDF-ന്റെ ഘടനയനുസരിച്ച് ഈ സീറ്റുകൾ പെട്ടെന്ന് എടുത്തു മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ സീറ്റുകൾ CPI-യോ CPM-ഓ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും LDF അവിടെ രംഗത്തിറങ്ങുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഞാൻ പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും എപ്പോഴും ഒരു കോൺഗ്രസിനോട് അനുഭവം കാണിച്ചിട്ടുള്ള മണ്ഡലം എന്നുള്ള രീതി തന്നെയാണ്. ഇപ്പോൾ സുഭാഷ് സൂചിപ്പിക്കുകയും ചെയ്തു, നാഞ്ഞു പിടിച്ചാൽ ലഭിക്കാവുന്നതേ ഉള്ളൂ. അവിടെ VS ശിവകുമാറും ശബരിനാഥനും ഒക്കെ പരിഗണനയിലുണ്ട്. അപ്പോൾ കോൺഗ്രസിനോടുള്ള ഈ ഒരു അനുഭാവത്തെ അത് ഏത് രീതിയിൽ ഫലപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അവിടെ ഉള്ളത്? ഇതൊരു കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് അടക്കം ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും നഗരത്തിന് പുറത്തേക്കുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തീരദേശം വരുന്നു, ഭീമാപ്പള്ളി, അതോടൊപ്പം തന്നെ ഈ ലാറ്റിൻ സ്വാധീനമുള്ള തീരദേശങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് അവിടെ സ്വാധീനമുണ്ടാകുന്നത്. ഈ മണ്ഡലത്തിൻ്റെ സ്വാധീനം തന്നെയാണ് തൊട്ടടുത്ത് കിടക്കുന്ന കോവളത്തും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF-ന് വലിയ സ്വാധീനം ഉണ്ടാകുന്നത്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നേരിട്ടുള്ള ഈ മുന്നണി രാഷ്ട്രീയം നയിക്കുന്ന പാർട്ടികളിൽ BJP മാത്രമാണ് ഇവിടെ അവരെ സ്ഥാനാർത്ഥി വരിക. മറ്റ് 2 പാർട്ടികൾക്കും ഇത് പലപ്പോഴും അല്ലാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് LDF-ന്. ഇത്തവണ അതിന് വിരുദ്ധമായി ഒരു പക്ഷേ UDF-ഉം ഘടകകക്ഷി സ്ഥാനാർത്ഥി രംഗത്തിറക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലെന്നുള്ളതാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം. CMPക്ക് ഈ സീറ്റ് വേണം എന്നൊരു മോഹം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. CP ജോണിന് വേണ്ടി തന്നെയാണ് അവർ ഈ സീറ്റ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സീറ്റ് CMPക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ആലോചനകൾ ഇപ്പോൾ സജീവമായി തന്നെ ഗൗരവത്തോടുള്ള ആലോചനകൾ തന്നെ UDF നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാണ്. ഇനിയിപ്പോൾ അത് CMPക്ക് ഘടകകക്ഷി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൻ്റെ അവകാശവാദം ഉന്നയിച്ച് VS ശിവകുമാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി ചെറുപ്പക്കാരായ നേതാക്കളും രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ അതൊരു വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ CPM ഈ മണ്ഡലം എടുക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഉള്ളത്. അതായത് ആന്റണി രാജുവിന് സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, ഒരു പക്ഷേ CPM എടുത്തുകൊണ്ട് തന്നെ ഒരു CPM പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രനെ ഇറക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു പക്ഷേ
യുവജന പ്രായത്തെ നിലനിർത്തുന്നതിന് വേണ്ടി DYFI SFI നേതാക്കൾക്ക് ആർക്കെങ്കിലും ഈ മണ്ഡലം കൊടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അടുത്തതായി നെയ്യാറ്റിൻകര മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. നെയ്യാറ്റിൻകര 1957 രൂപീകൃതമായ മണ്ഡലമാണ്. ഇടതിനെയും വലതിനെയും ഒരുപോലെ പിന്തുണച്ച മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായി കെ ആൻസലിനാണ് MLA ആയിട്ടുള്ളത്. 2011 കെ സെൽവരാജ് CPM ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചെങ്കിലും പിന്നീട് CPM-ൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തിയ MLA സ്ഥാനം രാജിവെച്ചതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച സെൽവരാജ് വീണ്ടും MLA ആയി. എന്നാൽ 2016 ഈ ജയം ആവർത്തിക്കാനായില്ല എന്നുള്ളതുണ്ട്. കെ ആൻസലിന് അവിടെ ലഭിച്ചത് 65,497 വോട്ടുകളാണ്. അതായത് 47.3% വോട്ടുകൾ ലഭിച്ചു. സെൽവരാജിനാകട്ടെ 51,235 വോട്ടുകൾ, 37%. ചെങ്കലസ് രാജശേഖരൻ നായരാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നത്. 21,009 വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. ഭൂരിപക്ഷം ലഭിച്ചത് 14,262. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശശി തരൂരിന് 58,749 വോട്ടുകൾ ലഭിച്ചു. 45.9% വോട്ടുകൾ. രണ്ടാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. 36,136 വോട്ടുകൾ. പന്ന്യൻ രവീന്ദ്രനാകട്ടെ 35,526 വോട്ടുകളും ലഭിച്ചു. ഇനി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രം കൂടി നോക്കുകയാണെങ്കിൽ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും 5 ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് നെയ്യാറ്റിൻകര മണ്ഡലം. ഇതിൽ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഭരണം LDF നിലനിർത്തി. അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് UDF-ൽ നിന്ന് NDA പിടിച്ചെടുത്തു. ചെങ്കൽ, കുളത്തൂർ, തിരുപുറം പഞ്ചായത്തുകളുടെ ഭരണം UDF നിലനിർത്തിയപ്പോൾ കാരോട് പ്രസിഡന്റ് പദവി സ്വതന്ത്രൻ നേടുകയുണ്ടായി. എന്നാൽ UDF കാരോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. ആദ്യം തന്നെ സുഭാഷിലേക്കാണ്. സുഭാഷ്, പ്രാദേശികമായെങ്കിലും പറയും, നെയ്യാറ്റിൻകരക്കാർ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടുകളായി ചിന്തിക്കുന്നതിനൊപ്പം തന്നെയാണ് കേരളവും ചിന്തിക്കുന്നത്. അവിടെ ഭരണം പിടിക്കുന്നതിനനുസരിച്ച് കേരളത്തിലെയും ഭരണം മാറുമെന്നൊക്കെ പ്രാദേശികമായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഇടതിനെയും വലതിനെയും ഒരുപോലെ അങ്ങനെ പിന്തുണച്ചിട്ടുള്ള നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ തവണ പക്ഷേ ഈ സെൽവരാജിന്റെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ഒരു ചർച്ചാ വിഷയമായതാണ്. ആ നിലയ്ക്ക് അവിടെ ഒരു കണക്ക് തീർക്കലൊക്കെ ഉണ്ടായിരുന്നു CPM-ന്റെ ഭാഗത്തു നിന്നും. ആ തരത്തിൽ ഒക്കെ നോക്കിയിരുന്ന പ്രചാരണത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് വരുമ്പോൾ എത്തരത്തിലായിരിക്കും നെയ്യാറ്റിൻകര ചിന്തിക്കുന്നത്? നെയ്യാറ്റിൻകര CPM ഒരിക്കലും മറക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മണ്ഡലം തന്നെയായിരിക്കും. കാരണം അവരുടെ ഒരു സിറ്റിംഗ് MLA യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ രാഷ്ട്രീയ കേരളത്തിലെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം UDF-ന്റെ ഭാഗമായി എന്നത് അവർക്ക് അവിശ്വസനീയമായ ഒരു സംഭവം തന്നെയായിരിക്കും. എന്തായാലും LDF, അവിടുത്തെ നെയ്യാറ്റിൻകരയിലെ LDF അതിന് കൃത്യമായ തരത്തിലുള്ള പ്രതിരോധം തീർത്തു. ആ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ജയിച്ചുവെങ്കിലും പിന്നീടുള്ള 2 തെരഞ്ഞെടുപ്പിലും ആൻസലൻ തന്നെ വിജയിച്ചു. ആൻസലൻ അവിടെ വലിയ തോതിൽ ജനകീയ ബന്ധങ്ങളുള്ള ആളാണ്. അത് വോട്ടിൻ്റെ പാറ്റേണിൽ തന്നെ ഈ ഒരു 2011 മുതലുള്ള വോട്ടിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ തന്നെ LDF-ന് അവിടെ ഈ ഒരു ബൈ ഇലക്ഷനിൽ മാത്രമാണ് 35% മാറിയത്. ബാക്കിയൊക്കെ 46-47% വോട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. UDF-ഉം മോശമല്ല, അവർ 43, 40, 47, കഴിഞ്ഞ തവണ മാത്രം 37% വന്നിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇരു മുന്നണികൾക്കും സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായും സ്വാധീനം, MLA-യുടെ സ്വാധീനം എന്ന മട്ടിൽ ആൻസലൻ തന്നെയായിരിക്കും വീണ്ടും വരിക. അദ്ദേഹത്തിനും ടേമിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അവിടെ ഒരു ജയിക്കണമെങ്കിൽ വീണ്ടും ആൻസലൻ നിൽക്കണം എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ശ്രീലാലിലേക്ക് കൂടി വരുമ്പോൾ, ശ്രീലാല, ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ BJP അവിടെ ക്രമാനുഗതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2012 O രാജഗോപാൽ അവിടെ നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് ലഭിച്ചിരുന്നു. പിന്നീട് പക്ഷെ വന്ന തെരഞ്ഞെടുപ്പിലൊന്നും അത്ര കണ്ടുണ്ടായില്ലെങ്കിൽ പോലും ക്രമാനുഗതമായി അവിടെ ഒരു വർധനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ BJP പിടിക്കുന്ന വോട്ടുകൾ അത് ആരെ തുണയ്ക്കുന്നതാകും? നോക്കൂ, നെയ്യാറ്റിൻകര മണ്ഡലം പരമ്പരാഗതമായി കോൺഗ്രസിന് സ്വാധീനമുള്ളൊരു മണ്ഡലമായിരുന്നു. മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷമാണ് ഇവിടെ LDF-ന് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായി തുടങ്ങിയത്. കാരണം ആ രീതിയിലേക്ക് ഉള്ള ചില കൂട്ടിച്ചേർക്കലുകളും ചില വെട്ടിമാറ്റലുകളും എല്ലാം ഈ മണ്ഡലത്തിലുണ്ടായി. അതിനുശേഷമാണ് ഈ മണ്ഡലത്തിൽ LDF-ന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായി മാറുന്നത്. അതേസമയം കോൺഗ്രസിന് അവിടെ പറ്റിയ വലിയൊരു പ്രതിസന്ധി, കോൺഗ്രസിന് ഇത്തവണ അവിടെ വലിയ തോതിലുള്ള ഈ പറയുന്ന നഗരപ്രദേശങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനം, നഗരപ്രദേശം കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റിയിലേക്ക് ഉള്ള അവരുടെ സ്വാധീനത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോർപ്പറേഷൻ BJP പിടിച്ച കഥയും LDF പരാജയപ്പെട്ട കഥയും പറഞ്ഞിറങ്ങുകയാണെങ്കിൽ കോർപ്പറേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നഗരസഭകളിലേക്ക് വരുമ്പോൾ, മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ അവിടെ
CPM വലിയ തോതിൽ ഉള്ള ഒരു തിരിച്ചുപിടി CPM നിലനിർത്തിയ അല്ലെങ്കിൽ അവരത് വലിയ തോതിൽ അവരുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആൻസലൻ നേരത്തെ സുഭാഷ് പറഞ്ഞതുപോലെ 2 ടേം പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA ആണ്. അദ്ദേഹത്തിന് 2 ടേം പോളിസിയുടെ ഭാഗമായിട്ട് 2 ടേം പോളിസി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ഒരു CPM-ന് അങ്ങനെ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യവും കൂടിയാണ്. ഇവിടെ ഈ പറയുന്ന BJP-ക്ക് കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ രാജഗോപാൽ വന്നപ്പോൾ രാജഗോപാലിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വലിയ തോതിൽ വോട്ട് പിടിച്ചുവെങ്കിലും BJP-യുടെ വോട്ട് 10, 12, 15% തന്നെ നിൽക്കാൻ അവിടെ കോൺഗ്രസും CPM തമ്മിൽ തന്നെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ആൻസലൻ്റെ സ്വാധീനവും സർക്കാരിൻ്റെ വികസനവും ചർച്ചയാവുകയാണ് എങ്കിൽ LDF-ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ശരി, ഇനി നമുക്ക് നേരെ പോകേണ്ടത് പാറശാലയിലേക്കാണ്. കേരളത്തിന്റെ തെക്കേ അറ്റമായ പാറശാല മണ്ഡലത്തിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ ആദ്യ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നോക്കി വരാം. പാറശാലയിൽ 1957 രൂപീകൃതമായ മണ്ഡലമാണ്. ഇടതിനെയും വലതിനെയും ഒരുപോലെ പിന്തുണച്ച മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായി CK ഹരീന്ദ്രനാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. CK ഹരീന്ദ്രൻ 78,548 വോട്ടുകൾ ലഭിച്ചു. 48.4% വോട്ടുകളാണ് നേടിയത്. ആൻ സജിത റസൽ നേടിയത് 52,720 വോട്ടുകളാണ്. കരമന ജയനാണ് 3ാം സ്ഥാനത്തുണ്ടായിരുന്നത്. 29,850 വോട്ടുകൾ അവിടെ നേടാൻ കഴിഞ്ഞു. ഭൂരിപക്ഷം ആയിട്ട് വന്നത് 25,828 എന്നുള്ളൊരു നല്ല സംഖ്യയുമായിരുന്നു. ലോക്സഭയിലേക്ക് വരുമ്പോൾ പ്രകടമായ മാറ്റം 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമാണ് ഉണ്ടായത്. കാരണം ഇടത് മുന്നണി സ്ഥാനാർത്ഥി 2ാമത് വന്ന ഏക മണ്ഡലമാണ് പാറശാല എന്നുള്ളത് പ്രസക്തമാണ്. ശശി തരൂരിന് അവിടെ ലഭിച്ചത് 59,026 വോട്ടുകളാണ്. 38.93% പന്നിൻ രവീന്ദ്രൻ അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ 46,654 വോട്ടുകൾ ലഭിച്ചു. രാജീവ് ചന്ദ്രശേഖരനാകട്ടെ 45,957 വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാനായത്. അതായത് 30% വോട്ടുകൾ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് കൂടി വരുമ്പോൾ 9 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്ന പാറശാല, ഇതിൽ LDF-ന് 6, UDF-ന് 3 എന്നിങ്ങനെ നിലയാണ് ഉണ്ടായിരുന്നത്. ആര്യങ്കോട്, കള്ളിക്കാട്, കൊല്ലയിൽ, വെള്ളറട, ഒറ്റശേഖരമംഗലം എന്നിവിടങ്ങളിൽ LDF കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. കുന്നത്തുകാലിൽ LDF-നും UDF-നും 10 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നറുക്കെടുപ്പിലൂടെ ജയം LDF-ന് ലഭിച്ചു. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സുഭാഷിലേക്ക് വരുമ്പോൾ, സുഭാഷ്, ഈ ഇടതിനും വലതിനും ഒപ്പം നിന്നിട്ടുള്ള ഒരു രീതി തന്നെയാണ് പാറശാലയെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ CPM സ്ഥാനാർത്ഥി അവിടെ നിന്നപ്പോഴൊക്കെ, അതായത് പഴയ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥി അവിടെ നിന്നപ്പോഴൊക്കെ മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നുമുണ്ട്. ഈ പാറശാലയിൽ ഇപ്പോഴും ഒരു വിജയം ആവർത്തിക്കാൻ എത്രത്തോളം സാധ്യതകൾ അവിടെയുണ്ട് CPM-ന്? CPM-ന് നല്ല സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാറശാല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത്രയും വലിയ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും അവിടെ 6 സീറ്റ് നേടാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വരാൻ പറ്റി എന്നുള്ളതും അവരുടെ ശക്തി തെളിയിക്കുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെ UDF-നും കൃത്യമായ ജനസ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ UDF-ന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-ന്റെ സ്വാധീനം മെല്ലെ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു കാഴ്ചയുണ്ട്. അതിനോടൊപ്പം തന്നെ CPM-ന്റെ സ്വാധീനം അല്പാൽപ്പം വർദ്ധിക്കുന്നു എന്നുള്ളതും കാര്യമാണ്. അതവരുടെ വോട്ടിംഗ് ശതമാനം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, 2011-ൽ 44.8, 45% ഉണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 32% മാത്രമാണ്. കഴിഞ്ഞ ഈ 2021-ൽ ഇലക്ഷൻ 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത്രയും വലിയ മാറ്റങ്ങളുണ്ടായി. അതേസമയം 44% ഉണ്ടായിരുന്നത് ഇപ്പോൾ 48% ഉയർത്താൻ LDF-ന് കഴിഞ്ഞു. അപ്പോൾ അതായത് ചെറിയ തോതിലുള്ള ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മേൽക്കൈ LDF-നുണ്ട്. എങ്കിൽ പോലും അവിടെ ആഞ്ഞു പിടിച്ചാൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു മത്സരം കാഴ്ചവെക്കാനായാൽ UDF-നും വേണമെങ്കിൽ വിജയിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഈ CK ഹരീന്ദ്രൻ്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഹരീന്ദ്രൻ അവിടെ സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നതാണ് LDF-ന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഹരീന്ദ്രനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് അവിടെ ഒരു ദുഷ്കരമാവും എന്നാണ് അവിടെയുള്ള സാധാരണ ആൾക്കാരുടെ ഒരു കണക്കുകൂട്ടൽ. തീർച്ചയായും ശ്രീലാൽ, ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ കോൺഗ്രസിന്റെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ കഴിഞ്ഞ തവണ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. തീരദേശ മേഖലയാണ്. ലാറ്റിൻ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷനൊക്കെ ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്ന ഒരു ഇടമാണ്. അത് എത്രത്തോളം നിർണായകമായിട്ട് ഈ വർഷത്തിൽ, ഈ ഘട്ടത്തിൽ അതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് പാറശാലയിലുള്ളത്?
നേരത്തെ നെയ്യാറ്റിൻകര മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പാറശാലയും പരമ്പരാഗതമായ ഒരു UDF മണ്ഡലമായിരുന്നു. അത് നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലുള്ള ഈ ലാറ്റിൻ മേഖലയിലുള്ള പൊഴിയൂർ, അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള വലിയ സ്വാധീനം, UDF സ്വാധീനം ഉണ്ടായിരുന്നു. ആ അത്തരമൊരു സ്വാധീനം തന്നെയാണ് അങ്ങനെ ഒരു വിജയത്തിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ സഹായിച്ചിരുന്നത്. പക്ഷേ മണ്ഡല പുനഃക്രമീകരണം വന്നതോടെ അവിടെയും ചില മാറ്റങ്ങളുണ്ടായി. നെയ്യാറ്റിൻകരയിൽ നിന്നും ചില മണ്ഡലങ്ങൾ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയും ഇവിടെ നിന്ന് ചില മണ്ഡലങ്ങൾ അങ്ങോട്ട് മാറ്റപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റമറിച്ചിലാണ് CPM-ന് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഞാൻ പറയുന്നത് ഇപ്പോൾ പാറശാല മണ്ഡലത്തിൽ UDF-ന് ജയിക്കണമെങ്കിൽ UDF-ന് സർക്കാർ വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ട് ജയിക്കാൻ പറ്റില്ല. അവിടെ ഹരീന്ദ്രൻ വിരുദ്ധത കൂടി വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് എളുപ്പവുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരു MLA ആണ്. ഞാൻ VK പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും സ്വാധീനമുള്ള 3-4 MLA-മാരിൽ ഒരാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾ CK ഹരീന്ദ്രൻ തന്നെയാണ്. ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോലും ഒരു തെറ്റുമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവിടെ ജയിക്കണമെങ്കിൽ സർക്കാരിനെതിരെ മാത്രം ഉള്ള വികാരം കൊണ്ട് ജയിക്കാൻ പറ്റില്ല. അവിടെ ഹരീന്ദ്രനെ തോൽപ്പിക്കാനുള്ള വികാരം കൂടി UDF-ന് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കേണ്ടി വരും. അത് എളുപ്പമല്ലെന്ന് മാത്രമല്ല, അത് അസാധ്യം കൂടിയാണ്. തീർച്ചയായും ആ രീതിക്ക് തന്നെ പാറശാലയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഇനി കോവളത്തിലേക്ക് വരികയാണെങ്കിൽ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായ കോവളം അടങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ UDF വിജയിച്ച ഏക മണ്ഡലം എന്നുള്ള ആ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. കോവളം 1967 രൂപീകൃതമായ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കോട്ടയാണ്. ജനതാദളിനും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് കൂടിയാണ് കോവളം. M. വിൻസെന്റ് ആണ് അവിടെ വിജയിച്ചത്. 74,868 വോട്ടുകൾ ലഭിച്ചു. 47.3% വോട്ടായിരുന്നു അവിടെ ലഭിച്ചത്. രണ്ടാം സ്ഥാനം നീലലോഹിത നാടാർക്കായിരുന്നു. 63,306 വോട്ടുകൾ ആയിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരന് ലഭിച്ചതാകട്ടെ 12,664 വോട്ട്. ഭൂരിപക്ഷം 11,562 വോട്ടുകളുടേതായിരുന്നു. ഇനി ലോക്സഭയിലേക്ക് വരുമ്പോൾ ശശി തരൂരിന് അവിടെ ലഭിച്ചത് 64,042 വോട്ടുകൾ, 42.54%. രാജീവ് ചന്ദ്രശേഖരന് 47,376 വോട്ടുകൾ ലഭിച്ചു. പന്നിൻ രവീന്ദ്രനാകട്ടെ 39,137 വോട്ടുകൾ, 26% വോട്ടുകളാണ് പന്നിൻ രവീന്ദ്രന് ലഭിച്ചത്. വ്യത്യാസമായി വന്നത് 16,666 വോട്ടുകളുടേതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി വരുമ്പോൾ 7 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കോവളം മണ്ഡലം. അവിടെ UDF-ന് 4, LDF-ന് 3 എന്ന നിലയാണ് ഉള്ളത്. കാഞ്ഞിരംകുളം, കരുകുളം, കോട്ടുകാൽ, പൂവാർ ഗ്രാമപഞ്ചായത്തുകൾ UDF വിജയിച്ചപ്പോൾ വെങ്ങാനൂരും ബാലരാമപുരവും LDF നേടിയുണ്ടായി. പഞ്ചായത്ത് LDF-ന് 9 ആയിരുന്നു. കല്ലിയൂർ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നെങ്കിലും ഇടത് പിന്തുണയോടെ അവിടെ സ്വതന്ത്രൻ പ്രസിഡന്റ് ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതാണ് കോവളം മണ്ഡലം സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പരിശോധിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നേമവും ഒക്കെ ഉൾപ്പെടുന്ന സ്റ്റാർ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന 7 മണ്ഡലങ്ങളെ നമ്മൾ വിശദമായി പരിശോധിക്കുകയായിരുന്നു ഇലക്ഷൻ ഹെറാൾഡിലൂടെ. ഇലക്ഷൻ ഹെറാൾഡ് നാളെ ഇതേ സമയം ഉണ്ടാകും. അപ്പോൾ മറ്റ് 7 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നാളെ ആറ്റിങ്ങൽ അടക്കമുള്ള 7 മണ്ഡലങ്ങളുടെ വിശകലനമാണ് നടത്തുക. അപ്പോൾ തീർച്ചയായും മുതിർന്ന മാധ്യമപ്രവർത്തകരായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന R. സുഭാഷും TJ ശ്രീലാലും നമുക്കൊപ്പം നാളെയും ചേരും. ഈ യാത്രയിൽ ഇനി അങ്ങോട്ട് 140 മണ്ഡലങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ ഇരുവരും നമുക്കൊപ്പം ഉണ്ടാകും. ഇരുവർക്കും വളരെയധികം നന്ദി ഈ ആദ്യ ദിവസം തന്നെ നമ്മോടൊപ്പം ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന്. എന്നാണെങ്കിലും പ്രേക്ഷകരെ, നാളെ ഇതേ സമയം ഇലക്ഷൻ ഹെറാൾഡ് വീണ്ടും ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയുടെ മറ്റ് 7 മണ്ഡലങ്ങളുടെ ചിത്രവുമായി നാളെ കാണാം. നമസ്കാരം.